വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മല്ലു ഡയറി. അപ്പൊ ഞങ്ങൾ ഇന്ന് ലണ്ടനില് ബോറോ മാർക്കറ്റിലും പിന്നെ നമ്മുടെ ടവർ ബ്രിഡ്ജൊക്കെ ഒന്നും കൂടി ഒന്ന് പോവാന്ന് വിചാരിച്ചു. മുന്നേ പോയിട്ടുണ്ട്, എന്നാലും വെറുതെ കുറെ നാളായി പോയിട്ട്. പക്ഷെ ബോറോ മാർക്കറ്റിൽ നമ്മൾ പോയിട്ടില്ല കേട്ടോ. അപ്പൊ ജസ്റ്റ് ഞങ്ങൾ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ബേബിയുണ്ട്. 5 മണിക്ക് അടയ്ക്കും ബോറോ മാർക്കറ്റ്. അവിടെ എത്തുമ്പോഴേക്കും അടയ്ക്കുമെന്ന് അറിയില്ല. അപ്പൊ നമ്മള് ട്യൂബിലാണ് കേട്ടോ പോണത്. അപ്പൊ ഇവിടുന്ന് മേരിലാൻഡ് എത്തി. ഇവിടെ നമ്മള് എലിസബത്ത് ലൈനിൽ കയറിയിട്ട് പിന്നെ സ്ട്രാറ്റ്ഫോർഡ് ഇറങ്ങി മാറി കയറണം. ഇന്ന് എലിസബത്ത് ലൈൻ ഉണ്ടോന്ന് അറിയില്ല. ഇവിടെ വീക്കെൻഡ്സിൽ ഇപ്പൊ എലിസബത്ത് ലൈന് ഉണ്ടാവാറില്ല. നമുക്ക് നോക്കാം. ലിഫ്റ്റില് നമ്മള് ബേബി ഉള്ള കാരണം എല്ലാത്തിലും ലിഫ്റ്റില് പോണം. ഇപ്പൊ ഒരു ട്രെയിൻ പോയോ, ഞാൻ അടുത്ത ട്രെയിനില് കുറച്ചായിട്ട് വരും. നമുക്ക് നോക്കാം. ലണ്ടൻ ബ്രിഡ്ജിന്റെ അവിടെ ഇറങ്ങിയിട്ടാ കണ്ടോ. എന്നിട്ട് ഇവിടുന്ന് നമ്മള് ബോറോ മാർക്കറ്റിലേക്ക് പോവാണ്. ഇവിടെ അടുത്താണ് ബോറോ മാർക്കറ്റ് കേട്ടാ. ഇപ്പൊ ലിഫ്റ്റില് കേറാം. ലിഫ്റ്റിന്റെ അവിടെ വരികയാണ് വരി. ലിഫ്റ്റ് കയറാൻ ഒരു പടുകൂറ്റൻ ബിൽഡിങ്. ഞങ്ങൾ ജസ്റ്റ് വെറുതെ നടക്കായിരുന്നു. അപ്പോൾ വലിയൊരു ബിൽഡിങ്, ഭയങ്കര വലിയ ബിൽഡിങ്. വേറെ ഹാപ്പി പോണു. ഒന്നും അറിയില്ല, പക്ഷെ നിങ്ങൾ വായിക്കണ്ട്, എന്തൊക്കെയോ വായിക്കണ്ട്. എങ്ങോട്ടോ പോണ്ട്, നേരെ ഓപ്പോസിറ്റ് പോണ്ട്. അവള് അങ്ങോട്ട് പോയി, നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ്. എവിടെ എത്തി? അവിടെ വരെ എത്തിണ്ട്. ഇടയിൽ കൂടെ നോക്കണ്ടേ റിയാക്ക്. ബാ ബാ ഇങ്ങോട്ട് പോ. വഴി അറിയാണ്ട് പോയിട്ട് തിരിച്ചു പോണ്ടായിരുന്നത്. അങ്ങനെ ബോറോ മാർക്കറ്റ് കണ്ടുപിടിച്ച് നമ്മൾ ബോറോ മാർക്കറ്റിലെത്തി. അവിടെ പോയപ്പോഴായിരുന്നു മനസ്സിലായത് വൻ തിരക്കായിരുന്നു. ഒരു സൂചി കുത്താൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും നമ്മളോട് പറഞ്ഞിരുന്നു വീക്കെൻഡ്സിൽ പോകരുതെന്ന്. അവിടെ പോയപ്പോഴാണ് എല്ലാവരും എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് മനസ്സിലാക്കിയത്. കാരണം അത്രയും തിരക്കായിരുന്നു. എല്ലാവരും വീക്കെൻഡ്സിലാണ് വരുന്നത്. കാരണം വീക്കെൻഡ്സിലായിരിക്കും എല്ലാവർക്കും കൂടുതലും മുടക്കുണ്ടാവുക. നമ്മൾ നമ്മുടെ ഓഫൊക്കെ നോക്കി അങ്ങനെ ഒരു ടൈമിൽ പോയതാണ്. നമ്മൾ പിന്നെ 5 മണി ആവാറായി അവിടെ എത്തിയപ്പോൾ, അതായത് ഒരു 4 മണിക്കായി. അതുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്യേണ്ട ടൈം ആയിണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് എല്ലാ കടകളിലും ഭയങ്കര തിരക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീക്ക് ഡേയ്സിൽ പോകുന്നതാണ് നല്ലത്. പിന്നെ മൺഡേ പോകാൻ പറ്റത്തില്ല, ഇവിടെ ക്ലോസ് ആണ്. അപ്പോൾ മൺഡേ അല്ലാത്ത ബാക്കിയുള്ള വീക്ക് ഡേയ്സിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നുന്നു. പിന്നെ 5 മണി ആവുന്ന ആ ടൈമിൽ പോവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ കുറേ സ്പെഷ്യലായിട്ടുള്ള ഡിഷസ് ഉണ്ട്. അത് ട്രൈ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത്. ആ സ്ഥലങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ തന്നെ കുറേ ടൈം എടുത്തു. കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ സ്റ്റോളർ കൊണ്ടുപോകാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. കുറേ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, സ്റ്റോളറൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ ഈ സ്റ്റോളർ കൊണ്ടുപോകാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഈ പോപ്പുലർ ആയിട്ടുള്ള ഡിഷസൊക്കെ എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചത് നമ്മുടെ ചോക്ലേറ്റ് ഉള്ള സ്ട്രോബെറി. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇവിടുത്തെ ഇത് ട്രൈ ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഫുൾ ഓരോ ഗ്ലാസ്സിൽ നിറച്ച് സ്ട്രോബെറി ഫില്ല് ചെയ്ത് അവർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ സ്പീഡിൽ എടുത്തു കൊടുക്കാനാണ്. അവിടെ ഭയങ്കര തിരക്കാണ്. അവിടെ ബാക്കിൽ അത് ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അടിപൊളിയല്ലേ? കൊള്ളാം. നല്ല ചോക്ലേറ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചോക്ലേറ്റ്, നല്ല സ്ട്രോബെറി. ഇതിന് അപ്പോൾ 8.5 പൗണ്ടാണ് വന്നത്. നമ്മുടെ നാട്ടിൽ 850 രൂപ. ഭയങ്കര തിരക്കാണ് അവിടെ. അപ്പൊ അവിടെ ഒന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, നീങ്ങി നിൽക്കാൻ പറഞ്ഞപ്പോ ഞങ്ങൾ ഇവിടെ നീങ്ങി നിൽക്കണ്ട. ഇതിന്റെ പേരാണ് പയല.
പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ കണ്ടത് അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല തിരക്കായിരുന്നു. അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഈ ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് കട കണ്ടു. നമ്മുടെ ഇന്ത്യയിലെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സമൂസ ചാറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മളത് ട്രൈ ചെയ്തില്ല. നമ്മൾ പിന്നീട് ട്രൈ ചെയ്തത് ഇതാണ്. ഇതും അവിടുത്തെ ഒരു ഫേമസ് ഡിഷാണ്. പോർക്കിൻ്റെ എന്തോ ഒരു ഐറ്റമാണ് കേട്ടോ. പോർക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. മുകളിൽ ചീസൊക്കെ വെച്ചിട്ടുള്ള നല്ല ഐറ്റമായിരുന്നു. അപ്പൊ ബോറോ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ഇവിടെ 5 മണിയപ്പോ എല്ലാം അടച്ചു. കുറച്ചൊക്കെ ട്രൈ ചെയ്തു. മെയിൻ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള എല്ലാതും ട്രൈ ചെയ്തു. എല്ലാം ഞാൻ ട്രൈ ചെയ്തു. എന്റെ വയറ് ഫുള്ളായി. ഇനി വേറൊരു ദിവസം വരാം ബാക്കി ട്രൈ ചെയ്യാൻ. എനിക്കെന്തോ ചിലതൊന്നും കഴിക്കാൻ തോന്നുന്നില്ലേ അവിടത്തെ. എല്ലാരും കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ലായിരുന്നു. എല്ലാരും കഴിക്കുന്നുണ്ട്. ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പൊ ഞങ്ങളിപ്പോ ടവർ ബ്രിഡ്ജിൽ പോകാൻ വേണ്ടി ഇറങ്ങി. ഇവിടെ തൊട്ടടുത്താ നടക്കാനുള്ള വഴിയുള്ളൂ ടവർ ബ്രിഡ്ജിക്ക്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് ബോറോ മാർക്കറ്റിൽ നിന്ന് നേരെ ലണ്ടൻ ബ്രിഡ്ജിലേക്ക് പോയി. അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ കാണിച്ചെടുത്തിട്ട് ഫോട്ടോ കാണിച്ചു തരാം. ഞങ്ങള് 3 പേരും കൂട്ടിയിട്ടുള്ള ഫോട്ടോ എടുത്തത്. ഇങ്ങണ്ട് സൂപ്പറായില്ലേ. അപ്പോൾ ഇതിന് 4 പൗണ്ടായത് 400 രൂപ. പക്ഷെ ഇത് 400 രൂപ കൊടുത്താലും കുഴപ്പമില്ല. അതൊരു മെമ്മറി ആയി. ഇഷ്ടപ്പെട്ടു, ഫോട്ടോ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ ദിവസം അധികം ഞങ്ങൾ വർത്തമാനങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. കാരണം പുള്ളിയെ കാണാനുള്ള കാഴ്ചകളല്ലാതെ അല്ലേ. ടവർ ബ്രിഡ്ജ് എത്തി. അവിടെ യുദ്ധക്കപ്പലുണ്ട്. അത് കാണാൻ യുദ്ധക്കപ്പല്. അത് നമുക്ക് ടൂറായിട്ട് കാണാൻ പറ്റൂട്ടാ. ഉള്ളിലേക്ക് കയറാൻ പറ്റും. പക്ഷെ ഇവനെ കയറാൻ പറ്റും. അതെ. പിന്നെ ചെറിയ ചാർജൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ യുദ്ധക്കപ്പല്. ഇത് കുറേ നാളായി ഇവിടെ കിടക്കുന്നു. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്കിത് കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സ്പ്രിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ മരത്തിലും നല്ലോണം പൂക്കളുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിന് ടവർ ബ്രിഡ്ജ് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കായിരുന്നു ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഞാൻ ബേബീനെ കൂട്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ എയ്ഡൻ ബേബി നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ നല്ല ഉറക്കാണ് കേട്ടോ. ഭയങ്കര ഒരു മെമ്മറി അല്ലേ. ഞങ്ങൾ ഈ സെയിം സ്പോട്ടിലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം നോക്കി കാണാൻ പറ്റും. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ഈ സ്ഥലത്തേക്ക് വന്നിരിക്കുക. അതെ അതെ, ഭയങ്കര ഹാപ്പി മൊമെന്റ്. ഏതിട്ട് ഫോട്ടോ എടുക്കണ്ട. വയ്യ. ഷിപ്പ് കപ്പൽ ഇതാണ്. നമ്മൾ കുറച്ചു നേരം ടവർ ബ്രിഡ്ജിൻ്റെ അവിടെ ഇരുന്നു. അപ്പോൾ അവിടെ ഇരിക്കാനായിട്ടുള്ള ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നു. എല്ലാവരും ഫോട്ടോ എടുക്കേണ്ട തിരക്കിലായിരുന്നു. ആളുകൾ വന്നിട്ട് ഇരുന്നും കിടന്നും നിന്നും ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നാലെ വന്ന് സെക്യൂരിറ്റി വന്ന് അവർ ഇറക്കി വിടുന്നുണ്ട്. സെക്യൂരിറ്റി കാണാതെ ഫോട്ടോ എടുക്കാൻ പറ്റിയ അവരുടെ ഭാഗ്യം. അപ്പോൾ ഞങ്ങളിത് ഇവിടെ ലണ്ടൻ ടവർ ബ്രിഡ്ജിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇനി തിരിച്ച് വീട്ടിൽ പോവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ നാളായി. ഓക്കെ, ബൈ.